വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയർ മീഡിയ. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഗില്ലി റിലീസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ആവേശവും വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഇങ്ങനെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഗില്ലി റിലീസ് വന്നിരിക്കുന്നത്. എങ്കിലും കംപ്ലീറ്റ് സ്ക്രീൻ അല്ലെങ്കിലും കുറച്ച് സ്ക്രീനിലാണെങ്കിലും ഹൗസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഗില്ലി. ശരിക്കും ഞാനൊക്കെ ചെറുപ്പത്തില് ഈ ഒരു പടം ടിവിയിലാണ് കാണുന്നത്. തിയേറ്ററിൽ ഞാൻ ഇതുവരെ ഈ ഒരു പടം കണ്ടിട്ടില്ല. ചെറുപ്പത്തിലൊക്കെ ഈ കൈരളി ടിവിയിൽ എപ്പോഴും ഈ ഗില്ലി ഉണ്ടാവും. അപ്പോൾ എത്ര തവണ കണ്ടത് എനിക്ക് അറിഞ്ഞൂടോ, അത്രയും തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പടം. ശരിക്കും വിജയ് ഫാൻ ആക്കിയത് തന്നെ, എന്നെ ഒരു വിജയ് ഫാൻ ആക്കിയത് തന്നെ ഈ ഒരു ഗില്ലി പടമാണ്. ആ ഒരു പടം ഇപ്പോ ബിഗ് സ്ക്രീനിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുക, വിജയുടെ ആ ഒരു പടം നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലത്ത് ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുക, അതെന്റെ വലിയൊരു ഭാഗ്യം. അപ്പൊ അതിന് അവസരം ഉണ്ടാക്കി തന്ന ആ ഒരു ടീമിന് അല്ലെങ്കിൽ ആ ഒരു ആൾക്കാർക്ക് ഒരുപാട് നന്ദി. സ്റ്റാർട്ടിങ് തന്നെ ഞാൻ അവർക്ക് നന്ദിയോ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ നമുക്ക് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു സിനിമനെ പറ്റി പറയാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ദളപതി വിജയ് അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ശരിക്കും നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ആ ഒരു വിജയ്, അതാണ് ആ ഒരു ഗില്ലി പടത്തിലെ ആ ഒരു വിജയ്. അന്നത്തെ ആ ഒരു കാലത്തിൽ ആ ഒരു ഇളയ ദളപതി നമ്മളൊക്കെ ഫാനാക്കിയതും നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതും ആ ഒരു വിജയിനെയാണ്. അതിൽ നിന്നുമാണ് ഈ ഒരു ദളപതിയിലേക്ക് എത്തിയത്. ശരിക്കും ഗില്ലി ആ ഒരു പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ശരിക്കും മിസ് ചെയ്യണത് അന്നത്തെ ആ ഒരു ഇളയ ദളപതിനെയാണ്. അപ്പൊ പോക്കിരി ആണെങ്കിലും തിരുപ്പാച്ചി ആണെങ്കിലും ഗില്ലി ആണെങ്കിലും നമ്മൾ അന്ന് കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വിജയിനെ നമുക്ക് പിന്നീട് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ടൈമിംഗ് ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഇപ്പോൾ ഉള്ള ആ ഒരു വിജയ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ആ ഒരു നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു പോയ ആ ഒരു വിജയ് അല്ല ഇപ്പൊ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗില്ലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ആ ഒരു ഇളയ ദളപതിയെ ശരിക്കും മിസ് ചെയ്തു. ശരിക്കും ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഓരോ സീനും കാണാൻ നമ്മൾ ഗില്ലി ഒരുപാട് തവണ കണ്ടിട്ടുള്ള പടം ഒരിക്കാം, എങ്കിലും നമ്മൾ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ത്രില്ലിങ് എല്ലാം നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു സിനിമയുടെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇപ്പോഴും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ ആ ഒരു തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗില്ലി എന്ന ഒരു സിനിമയിൽ നമ്മൾ നായകനോളം സ്നേഹിച്ച ഒരു കഥാപാത്രം തന്നെയാണ് നമ്മള് മുത്തുപാണ്ടി ഇല്ലേ. അതായത് മുത്തുപാണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചെല്ലം ആ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് ഹിറ്റ് ആയിട്ടുള്ള ഒരു വില്ലനാണ് നമ്മുടെ മുത്തുപാണ്ടി. അപ്പൊ ആ ഒരു മുത്തുപാണ്ടിയെ കാണിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ നായകന് കിട്ടിയ അതേ കയ്യടിയാണ് നമ്മുടെ മുത്തുപാണ്ടിക്കും തിയേറ്ററിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ പോയ തിയേറ്ററിൽ അങ്ങനെ തന്നെയായിരുന്നു. മുത്തുപാണ്ടിയെ കാണിക്കുമ്പോഴും ഭയങ്കര കയ്യടിയും ഭയങ്കര സപ്പോർട്ടും ആയിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു നമ്മുടെ ആ ഒരു പ്രകാശ് രാജ് സാറിന്റെ ആ ഒരു കാര്യങ്ങളും ആ ഒരു നമുക്ക് അറിയാം, സിനിമയുടെ നമുക്ക് കണ്ട സീൻസ് ഒക്കെയാണ്, ഇനി നെക്സ്റ്റ് സീൻ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാം. എങ്കിലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ വേലു ആണെങ്കിലും വേലുയുടെ ഫാമിലി, അച്ഛൻ, അനിയത്തി, അമ്മ, ഫ്രണ്ട്സ് അവരെല്ലാം കാണിക്കുമ്പോഴാണെങ്കിലും ശരിക്കും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലെവല് കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി ഗില്ലി രണ്ടാമതിപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ, ആദ്യമായിട്ട് ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ. പിന്നെ ശരിക്കും ഓൾ ഉണ്ടാക്കിയത് ഈ സിനിമയുടെ സോങ്സ് ആണ്, പാട്ടുകളാണ്. അന്നത്തെ കാലത്ത് ഇറങ്ങിയ സമയത്തൊക്കെ ഈ പാട്ടുകൾ നമ്മള് ടിവിയിൽ കാണുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ടിവിയിൽ. അത് മാത്രമല്ല, സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അപ്പടിപ്പോട് ആ ഒരു പാട്ടില്ലെങ്കിൽ ഇല്ലാണ്ട് പിന്നെ ആ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല ചെറുപ്പത്തിലൊക്കെ. അതേപോലെ തന്നെ ഇപ്പൊ തിയേറ്ററിൽ ആ പാട്ട് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാനല്ല, ശരിക്കും അത് നമുക്ക് എൻജോയ് ചെയ്യാനാണ് നമുക്ക് തോന്നിയത് തിയേറ്ററിൽ ഇരിക്കുമ്പോഴും. ശരിക്കും അത് തന്നെയാണ് തിയേറ്ററിൽ നടന്നത്. സിനിമ ഏറ്റെടുത്ത പോലെ തന്നെ ഈ സിനിമയുടെ സോങ്ങുകളും ആൾക്കാർ ഏറ്റെടുത്തു കംപ്ലീറ്റ്ലി. ശരിക്കും ഭയങ്കര ആഘോഷമാണ് ആക്കിയത് ഗില്ലി തിയേറ്ററിൽ റിലീസ് നടന്നപ്പോൾ. സോങ് പറയാൻ ഒരു സോങ് കൂടിയുണ്ട്, നമ്മുടെ അച്ഛനൊരു വില്ലെന്ന് പറഞ്ഞ ഒരു സോങ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തില് വണ്ടി ഓടിക്കണവര്, ബൈക്ക് ഓടിക്കണവര്, കാർ ഓടിക്കണവരൊക്കെ കയ്യിൽ കൊണ്ടുനടന്ന സോങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പഴയ പല മെമ്മറികളും മൈൻഡിലേക്ക് വരും. ഇതിലേക്ക് നമ്മൾ കൊണ്ടുനടന്ന പാട്ടുകളാണെങ്കിലും സീൻസ് ആണെങ്കിലും കോമഡികളൊക്കെ ആണെങ്കിലും നമുക്ക് പഴയ കുറച്ച് മെമ്മറികളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. പേഴ്സണലി എനിക്കൊരു പടം കണ്ടപ്പോൾ അങ്ങനെ കുറെ മെമ്മറികളൊക്കെ വന്നു. പിന്നെ തൃശ്ശിനെ പറ്റി പറയുകയാണെങ്കിൽ അന്നും അതേപോലെ തന്നെയുണ്ട്, ഇന്നും ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്വാളിറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് റീമാസ്റ്റർ ചെയ്തപ്പോൾ അതിന്റെ ക്വാളിറ്റിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്.
പിന്നെ ചില വിഷ്വൽസ് എല്ലാം ആ ഒരു പഴയ ആ ഒരു രീതിയിലുള്ള വിഷ്വൽസ് പോലെ തോന്നി, ചിലത് മാത്രം. എങ്കിലും ഇതിന്റെ സൗണ്ട് ആണെങ്കിലും ഇതിന്റെ ബാക്കി ഐറ്റംസ് ഒക്കെ എന്തായിക്കോട്ടെ നമുക്ക് തിയേറ്ററിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയ ആ ഒരു സമയത്ത് തിയേറ്ററിൽ കാണാൻ പറ്റാതെ അല്ലെങ്കിൽ മിസ്സായി പോയ ആൾക്കാർക്ക് നല്ല ബെസ്റ്റ് ചാൻസ് ആണ്, നല്ലൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു പടം എന്തായാലും വിട്ടുകളയരുത്. കാരണം നമ്മളെല്ലാവരെയും വിജയ് ഫാൻ ആക്കിയ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട ആ ഒരു ഇളയ ദളപതിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു പടം തന്നെയാണ് ഗില്ലി. അപ്പോൾ ഇപ്പോൾ റിലീസ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ വന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ വീഡിയോ റിയാക്ഷൻ റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.